കുവൈറ്റിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ. ഇതോടുകൂടി തന്നെ അറബ് രാജ്യങ്ങൾക്ക് മേൽ ഒരയവില്ലാതെ തന്നെ ആക്രമണം തുടരുകയാണ് ഇറാൻ ചെയ്തിരുന്നത്. അതേപോലെ തന്നെ പ്രധാനമായും എണ്ണ ശേഖരമുള്ള രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം ഘടിപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നതും. ഇക്കഴിഞ്ഞ ദിവസമാണ് കുവൈറ്റിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ശക്തമായ ഡ്രോൺ ആക്രമണം ഇറാൻ അഴിച്ചുവിട്ടത്. ആക്രമണത്തിൽ അവിടെ മിന അൽ അഹമ്മദി എന്ന ശുദ്ധീകരണശാലയ്ക്ക് തീ പിടിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ആക്രമണത്തിൽ ആർക്കും ഇതുവരെ പരിക്കേറ്റില്ല എന്നതാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മാർച്ച് 19 ഈ ഒരു ശുദ്ധീകരണശാലയ്ക്ക് നേരെ വലിയ രീതിയിൽ ആക്രമണ ശ്രമം നടന്നിരുന്നു. കുവൈറ്റിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയ്ക്കാണ് ഇപ്പോൾ ഇവിടെ തീ പിടിച്ചിരിക്കുന്നത്. അവിടെ പ്രതിദിനം 7,30,000 ബാരൽ എണ്ണയാണ് ഇവിടെ ശുദ്ധീകരിക്കുന്നത്. ഇവിടെ ശക്തമായ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവിടെ വലിയ രീതിയിൽ തീ പടർന്നു എന്നതിന്റെ സൂചന. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി എന്നതാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. സൗദിക്ക് നേരെയും ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. 7 ഡ്രോൺ ആക്രമണ ശ്രമങ്ങളെയാണ് സൗദി പ്രതിരോധ മന്ത്രാലയം അവിടെ തീർത്തും പ്രതിരോധിച്ചതെന്നത് അറിയിച്ചിരിക്കുന്നത്. ആക്രമണ ശ്രമങ്ങളെല്ലാം തന്നെ പ്രതിരോധിച്ചതായും വ്യക്തമാക്കുന്നു. 2 ദിവസം മുൻപ് ഇസ്രയേലിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. വടക്കൻ മേഖലയിലെ നഗരമായ ഹൈഫയിൽ വലിയ രീതിയിൽ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും അതേപോലെ തന്നെ ഈ ആക്രമണം നടത്തിയതായി തന്നെ ഹിസ്ബുള്ള അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ആക്രമണം നടത്തിയതായി തന്നെ ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മാസം 19 ഇവിടെ ആക്രമണം ഉണ്ടാവുകയും സമാനമായ രീതിയിൽ, അതായത് കുവൈറ്റിൽ നടന്ന സമാനമായ രീതിയിലുള്ള ആക്രമണം ഇവിടെയും ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനിടെ തന്നെ ഇറാനുമായുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ തന്നെ കരസേനാ മേധാവി റാൻസി ജോർജിനെ പുറത്താക്കിക്കൊണ്ട് US പ്രതിരോധ സെക്രട്ടറി രംഗത്ത് വന്നിരുന്നു. സൈനിക മേധാവി സ്ഥാനത്തു നിന്നും ഉടൻ തന്നെ വിരമിക്കണമെന്ന് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റിലൂടെ തന്നെ ഇവിടെ ആവശ്യപ്പെടുക അല്ലെങ്കിൽ ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തീരാൻ 1 വർഷം ബാക്കി നിൽക്കവെയാണ് പുറത്താക്കൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇറാനെതിരായ യുദ്ധം വിജയിച്ചുവെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു അപ്രതീക്ഷിത തീരുമാനം. അതായത് ഈ യുദ്ധത്തിനിടെ തന്നെ അപൂർവമായാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റാൻഡി ജോർജിനെ പുറത്താക്കിയത് വലിയ രീതിയിൽ ഒരു കാര്യമായി തന്നെ ഇവിടെ പെന്റഗൺ സ്ഥിരീകരണം നടത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.